ഹലോ ഗൈസ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോ കാണുന്നതിന് മുമ്പ് തന്നെ എല്ലാവരും ചാനൽ ഒന്ന് ലൈക്ക് ചെയ്തിട്ട് കാണുക. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ ആരെങ്കിലും ഇനി ബാക്കിയുണ്ടെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പം നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. ഇന്നലെ രാവിലെ നമ്മുടെ ചെകുത്താനകത്തായി ഗൈസ്, മോഹൻലാലിനെ തെറി പറഞ്ഞതിന് ചെകുത്താനകത്തായി. ഇതേ ഇപ്പം ട്രൂ ടിവിയുടെ ഓണറായ സൂരജ് പാലാക്കാരനും അകത്തായി. കൊള്ളാല്ലേ? നല്ല രസമുണ്ട്. എന്തിനാണ് പുള്ളിയെ അറസ്റ്റ് ചെയ്തത് നമ്മളെല്ലാം വ്യക്തമായിട്ട് തന്നെ പറഞ്ഞുതരാം. നമുക്ക് ആദ്യം അറസ്റ്റ് ചെയ്ത ന്യൂസ് ഒന്ന് കേട്ടു നോക്കാം. യുവനടിയെ യൂട്യൂബ് ചാനലിലൂടെ അധിക്ഷേപിച്ചെന്ന പരാതിയിൽ യൂട്യൂബർ സൂരജ് പാലാക്കാരൻ പോലീസ് കസ്റ്റഡിയിൽ. പാലാരിവട്ടം പോലീസാണ് സൂരജിനെ കസ്റ്റഡിയിലെടുത്തത്. അർച്ചന ചേരുകയാണ്. അർച്ചന, എങ്ങനെയാണ് വിവരങ്ങൾ? സ്ത്രീയെ അധിക്ഷേപിച്ച പരാതിയിലാണ് ഇപ്പോൾ പാലാരിവട്ടം പോലീസ് കേസ് എടുത്തിരിക്കുന്നത്. യുവതിയെ പല തവണ ഇത്തരത്തിൽ സോഷ്യൽ മീഡിയ വഴിയെല്ലാം തന്നെ അപമാനിക്കുന്നതാണ് കേസ്. യുവനടിയാണ് ഇത്തരത്തിൽ കേസുമായി രംഗത്തെത്തിയിരിക്കുന്നത്. നേരത്തെയും യുവനടിയെ സോഷ്യൽ മീഡിയയിൽ അധിക്ഷേപിച്ചു എന്നുള്ളതാണ് ഗൈസ് പരാതി. ഈ ട്രൂ ടി വി നടത്തുന്ന സൂരജ് പാലാക്കാരന്റെ ഒരു ശൈലി നിങ്ങൾക്ക് അറിയാമല്ലോ. പുള്ളി എന്ത് സബ്ജക്റ്റ് എടുത്താലും ഭയങ്കര വൈകാരികമായി അതിനകത്ത് കുറച്ച് ഉപ്പും മുളകും എല്ലാം ഇട്ടാണ് പുള്ളിക്കാരൻ പ്രതികരിക്കുന്നത്. ഫോർ എക്സാമ്പിൾ, ഒരു പട്ടി റോഡ് സൈഡിൽ മൂത്രം ഒഴിക്കാന്ന് നിങ്ങൾ വിചാരിക്കുക. ഇത് പുള്ളിക്കാരന്റെ ചാനലിൽ വന്നു കഴിഞ്ഞാൽ എങ്ങനെയാണെന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഹേ പട്ടിയെ, നാണമുണ്ടോ നിനക്ക് ഈ റോഡ് സൈഡിൽ നിന്ന് മൂത്രം ഒഴിക്കാൻ? ഇത്രയും കാമക്കണ്ണുകൾ നോക്കി നിൽക്കെ റോഡ് സൈഡിൽ ഒരു മറയുമില്ലാതെ നായിന്റെ മോളെ നിനക്ക് എങ്ങനെ തോന്നിയടി മൂത്രം ഒഴിക്കാൻ? ഇങ്ങനെയായിരിക്കും പുള്ളി പ്രതികരിക്കുന്നത്. പട്ടി വെടുത്ത് അത്രേ ഉള്ളൂ. പക്ഷേ പുള്ളി എന്ത് പറഞ്ഞാലും ഇങ്ങനെയൊക്കെ പറയത്തുള്ളൂ. അതാണ് പുള്ളിയുടെ ഒരു പ്രശ്നം. മനസ്സിലായോ? ഈ വാവോയ കോടാനി പോലെ ഇങ്ങനെ പറയുന്നതാണ് ഈ പുള്ളിക്ക് വിനയായത്. നാക്ക് കൊടുത്ത പണിയാണ്. നാളെ വേണമെങ്കിൽ നമുക്കും ഇതുപോലുള്ള പണികളൊക്കെ കിട്ടാം. എപ്പോഴാണ് നമ്മുടെ വായിൽ നിന്ന് എന്തൊക്കെയൊക്കെ വരുന്നത് നമുക്ക് അറിയാൻ പാടില്ല. ചില സമയത്ത് ചിലതൊക്കെ കയ്യിൽ നിന്ന് പോകും. സ്വാഭാവികമാണ്, മനുഷ്യനാണ്. പക്ഷെ പുള്ളി അങ്ങനൊന്നും അല്ല. പുള്ളി അറിഞ്ഞുകൊണ്ട് തന്നെ പറയുന്നതാണെന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. നമുക്ക് ഈ പാലാക്കാരനെ പോലീസ് അറസ്റ്റ് ചെയ്യുന്ന വീഡിയോ ഉണ്ട് ഗൈസ്, നമുക്ക് അതൊന്ന് കണ്ടുപോകാം. എന്നിട്ട് ബാക്കി കാര്യങ്ങൾ വളരെ വിശദമായിട്ട് പറഞ്ഞുതരാം. തികച്ചും രാഷ്ട്രീയ പ്രേരിതമായിട്ടുള്ള ഒരു അറസ്റ്റാണിത്. 15-ാം തീയതി പുല്ലപ്പെരിയാറിനെതിരെ സൂരജ് പാലാക്കാരൻ പ്രതിഷേധം ചെയ്യുന്നുവെന്ന വാർത്ത വന്നതിനെ തുടർന്നുണ്ടായ അറസ്റ്റ്. കഴിഞ്ഞോ എന്തോ അപ്പൊ അതാണ് തികച്ചും രാഷ്ട്രീയ പ്രേരിതമായിട്ടുള്ള അറസ്റ്റാണെന്നാണ് ആശാൻ പറയുന്നത്. സൂരജ് പാലാക്കാരൻ മുല്ലപ്പെരിയാർ വിഷയത്തിൽ 15-ാം തീയതി പ്രതിഷേധം നടത്തും, അതുകൊണ്ട് ഇന്നേ അറസ്റ്റ് ചെയ്തേക്കുവാണെന്നാണ് പുള്ളി പറയുന്നത്. അതൊന്നും അല്ല കാര്യം ഗൈസ്. കാര്യം എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. കുറച്ച് നാൾക്ക് മുമ്പ്, കൃത്യമായിട്ട് പറഞ്ഞ ഒരു 3 മാസം മുമ്പ്, നമ്മുടെ ട്രിവാൻഡ്രം മേയർ ആര്യ രാജേന്ദ്രൻ ഒരു KSRTC ബസ്സുകാരനുമായിട്ട് ഒരു ഇഷ്യൂ ഉണ്ടായിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ? ഓർമ്മയില്ലെങ്കിൽ ഞാൻ ഒരു ന്യൂസ് കാണിച്ചിട്ട് അന്നേരം ഓർമ്മ വരും. ഏപ്രിൽ 28-ന് രാത്രിയിലാണ് മേയർ ആര്യ രാജേന്ദ്രനും കുടുംബവും KSRTC ഡ്രൈവറുമായി വഴിയിൽ വെച്ച് തർക്കമുണ്ടായത്. വാഹനത്തിന് സൈഡ് നൽകാത്തതിനെ ചൊല്ലിയായിരുന്നു തർക്കം. ഡ്രൈവർ അശ്ലീലാംഗ്യം കാണിച്ചതായി മേയർ ആരോപിച്ചിരുന്നു. മേയർ സഞ്ചരിച്ച കാർ ബസിനു കുറുകെ സീബ്ര ലൈനിൽ കയറ്റി നിർത്തിയിട്ടിരിക്കുന്ന ദൃശ്യങ്ങളും പുറത്തു വന്നു. രഹസ്യമൊഴിയെടുക്കണമെന്ന് മ്യൂസിയം പോലീസ് ആവശ്യപ്പെട്ടതനുസരിച്ചാണ് മേയർ ആര്യ രാജേന്ദ്രൻ മൊഴി നൽകാൻ ഹാജരായത്. ഇതാണ് ഗൈസ് വാർത്ത. നിങ്ങൾക്ക് ഇപ്പോൾ ഓർമ്മ വന്നിട്ടുണ്ടാവും. അന്ന് ഭയങ്കരമായിട്ട് ചർച്ച ചെയ്തൊരു സാധനമാണ്. ഇതിനകത്ത് മേയറുടെ രഹസ്യമൊഴി എടുക്കുന്ന സമയത്ത് മേയർ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ പറയുന്ന യദു എന്ന് പറയുന്ന ഡ്രൈവർ പുള്ളിക്കാരത്തിയെ അശ്ലീല ആംഗ്യം കാണിച്ചു എന്ന്. സംഭവം നല്ല രീതിയിൽ കൊണ്ട് കത്തി ഡ്രൈവറെ അങ്ങ് സസ്പെൻഡും ചെയ്തത്. അതിൻ്റെ ഇടയിലാണ് ഈ പറയുന്ന നമ്മുടെ ഈ കേസിൽ പറയുന്ന നമ്മുടെ യുവനടിയുടെ എൻട്രി. യുവനടിയുടെ വാർത്തയും അന്ന് നല്ല ചർച്ചയായതാണ്. നമുക്ക് അതുകൂടെ ഒന്ന് കേട്ടു നോക്കാം. അന്നേരം കാര്യങ്ങൾ കുറച്ചും കൂടെ ക്ലിയർ ആവും. ഡ്രൈവർക്കെതിരെ പുതിയ വെളിപ്പെടുത്തലുമായി നടി രംഗത്തെത്തിയിരിക്കുന്നു. മേയർ നേരിട്ടതിന് സമാനമായ അനുഭവം മാസങ്ങൾക്ക് മുൻപേ ഇതേ ഡ്രൈവറിൽ നിന്ന് തനിക്കും ഉണ്ടായിട്ടുണ്ടെന്ന് ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്ത വീഡിയോയിൽ പറയുന്നു. ഇതിൽ പറയുന്ന ഈ നടിയാണ് ഇപ്പൊ സൂരജ് പാലാക്കാരനെതിരെ കേസ് കൊടുത്തിരിക്കുന്നത്. അന്ന് മേയർക്കുണ്ടായ അതേ അനുഭവം തനിക്കും ഉണ്ടായി എന്ന് പറഞ്ഞിട്ടാണ് നടി അന്ന് രംഗത്ത് വരുന്നത്. നടി പറയുന്ന കുറച്ച് കാര്യങ്ങൾ നമുക്കൊന്ന് കേട്ടു നോക്കാം. ന്യൂസിനകത്ത് വന്ന കാര്യങ്ങളാണ്. 2-3 ഹോൺ കേട്ടപ്പോഴേക്കും അയാളങ്ങ് ഭയങ്കര ഇറിറ്റേറ്റഡ് ആയി. അയാൾ ഉടനെ തന്നെ അയാൾ അതിനു മുന്നേ എന്നോട് അങ്ങനെയാണ് ചെയ്തത്. അതുകൊണ്ടാണ് ഞാൻ അദ്ദേഹം വണ്ടി ഓടിക്കുന്നതിന്റെ ബാക്കിലും ഹോൺ അടിച്ചത്. ഹോൺ അടിച്ചെന്ന് പറഞ്ഞിട്ട് അത്രയും യാത്രക്കാരായിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സൂപ്പർ ഫാസ്റ്റ് അത്രയും തിരക്കുള്ള ഒരു വഴിയിൽ സ്ലോ മൂവിങ് ആയതിന്റെ നടുവിൽ കൊണ്ടേ നിർത്തിയിട്ട് നമ്മളെ ചീത്ത പറയാൻ ഇറങ്ങി വരും നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കുന്നില്ല. മലപ്പുറത്ത് നിന്ന് എറണാകുളത്തേക്ക് കാറിൽ പോകുന്നതിനിടെ ഉണ്ടായ അനുഭവമാണ് നടി ഫേസ്ബുക്ക് വീഡിയോയിലൂടെ വ്യക്തമാക്കിയത്. സഹോദരനുമൊത്ത് കാറിൽ പോകുമ്പോഴാണ് സംഭവം. വാഹനത്തിന് കടന്നു പോകാൻ വഴിയില്ലാത്ത സ്ഥലത്ത് വെച്ച തന്റെ വാഹനത്തിന് പിന്നിലെത്തിയ ബസ് നിരന്തരം ഹോൺ മുഴക്കി. പിന്നീട് കാറിനെ ഇടിച്ചെന്ന മട്ടിൽ ഓവർടേക്ക് ചെയ്തു. കുറച്ചു കഴിഞ്ഞ് താൻ ബസ്സിന് പിന്നിൽ ഹോൺ അടിച്ചപ്പോൾ ബസ് റോഡിൽ നിർത്തി ഇറങ്ങി വന്ന് കേട്ടാലറയ്ക്കുന്ന ഭാഷയിൽ ഭീഷണിപ്പെടുത്തുകയും തെറി പറയുകയും ചെയ്തെന്ന് ആരോപിക്കുന്നു. അപ്പോൾ തന്നെ ബസിന്റെ ഫോട്ടോ എടുത്തിരുന്നു. റോഡിൽ കണ്ട മോട്ടോർ വെഹിക്കിൾ ഉദ്യോഗസ്ഥരോടും സംഭവം പറഞ്ഞു. പോലീസിൽ പരാതി നൽകാൻ അവർ പറഞ്ഞെങ്കിലും സമയക്കുറവ് മൂലം നൽകാനായില്ല.
മേയറും ഡ്രൈവറും തമ്മിലുള്ള തർക്കത്തിന്റെ വീഡിയോ കണ്ടപ്പോഴാണ് ആ ഡ്രൈവർ യദുവാണെന്ന് മനസ്സിലായത്. സ്ത്രീവിരുദ്ധനും അഹങ്കാരിയുമായ ഡ്രൈവറെ പലരും ന്യായീകരിക്കുന്നത് കണ്ടതിനാലാണ് തന്റെ അനുഭവം തുറന്നു പറഞ്ഞതെന്നും വ്യക്തമാക്കി. സംഭവം ഏകദേശം മനസ്സിലായല്ലോ. മേയറെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ആ ഡ്രൈവറെ എതിർത്തുകൊണ്ട് നമ്മുടെ ഈ പറയുന്ന സോക്കാൾഡ് നടി അന്ന് രംഗത്ത് വന്നു. പുള്ളിക്കാരത്തി എടുത്ത് വളരെ മോശമായിട്ട്, ഇതേ രീതിയിൽ തന്നെ വളരെ മോശമായിട്ട് ഇദ്ദേഹം പെരുമാറി എന്നാണ് പുള്ളിക്കാരത്തി അന്ന് ആ വീഡിയോയിൽ പറയുന്നത്. ഈ സംഭവം നമ്മുടെ സൂരജ് പാലാക്കാരൻ ഈ പുള്ളിക്കാരത്തിയെ വളരെ മോശമായിട്ട് വിമർശിച്ചിട്ട് പുള്ളിക്കാരൻ്റെ ചാനലിൽ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. അതിൽ പുള്ളി പറയുന്ന ഒരു ഡയലോഗ് വേണം ഞാൻ പറഞ്ഞുതരാം. CPM എപ്പോഴൊക്കെ ഇതുപോലെ പ്രതിസന്ധിയിലാവുന്നു അപ്പോഴെല്ലാം ഇതുപോലുള്ള കുറെ കുന്നുമ്മേ ശാന്തമാർ പ്രത്യക്ഷപ്പെടാറുണ്ട്. അടിവരയിട്ട് കുറെ തവണ പറയുന്ന ഒരു പേരാണ് കുന്നുമ്മേൽ ശാന്ത. നരൻ സിനിമ കണ്ട എല്ലാവർക്കും മനസ്സിലാവും ആരാണ് ഈ കുന്നുമ്മേൽ ശാന്തയെന്ന്. ആ ഒരു പേര് കൊണ്ട് പാലാക്കാരൻ എന്താണ് ഉദ്ദേശിച്ചതെന്നും മനസ്സിലാവും. മേയറെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഇതുപോലുള്ള കുറെ കുന്നുമ്മേ ശാന്തമാരെ മുന്നിൽ നിർത്തി CPM വൃത്തികെട്ട കളി കളിക്കുന്നു എന്നുള്ള രീതിയിലാണ് അന്ന് പാലക്കാരൻ പ്രതികരിച്ചത്. ഈ നടിയെ പറ്റി ആ ഒരു വീഡിയോയിൽ ഒരുപാട് തവണ വളരെ മോശമായിട്ട് ആ ഒരു വീഡിയോയിൽ പറയുന്നുണ്ട്. പുള്ളിക്കാരത്തി CPM കാരിയാണ്, പുള്ളിക്കാരത്തി മേയറെ രക്ഷിക്കാൻ വന്നതാണ് എന്നുള്ള രീതിയിലൊക്കെയാണ് പറഞ്ഞു വെക്കുന്നത്. പുള്ളി ഒരു വാപോയ കോടാലിയാണ്, അറിയാലോ. അന്ന് ആ വാപോയ കോടാലിത്തരം കാണിച്ചതിന്റെ പേരിലാണ് ഇപ്പോ ആ നടിയെ ആക്ഷേപിച്ചു എന്നുള്ള പേരിൽ അറസ്റ്റിലായത്. കാര്യം പിടികിട്ടിയോ? ആ ഒരു ഇരിപ്പ് വശം മനസ്സിലായോ? പക്ഷെ നമ്മുടെ പാലാക്കാരൻ ഇതൊന്നും പുത്തരിയല്ല ഗൈസ്. പുള്ളിക്കാരൻ ആദ്യമായിട്ടൊന്നും അല്ല ഈ മാതിരി തൊട്ടിത്തരം കാണിച്ചതിന്റെ പേരിൽ അറസ്റ്റിലാവുന്നത്. ഇതിന് മുമ്പ് 2 കൊല്ലം മുമ്പ് ഇതുപോലെ അറസ്റ്റ് ആയിട്ടുണ്ട്. നമുക്ക് വേണേൽ ആ ഒരു വീഡിയോ കൂടെ ഞാൻ വെച്ചുതരാം. യുവതിയെ അധിക്ഷേപിച്ച കേസിൽ യൂട്യൂബർ സൂരജ് പാലാക്കാരൻ അറസ്റ്റിൽ. എറണാകുളം സൗത്ത് പോലീസാണ് സൂരജ് പാലാക്കാരന്റെ അറസ്റ്റ് രേഖപ്പെടുത്തിയത്. യുവതിയെ അധിക്ഷേപിക്കുകയും ജാതീയമായ പരാമർശം നടത്തുകയും ചെയ്തുവെന്ന പരാതിയിലാണ് പോലീസ് നേരത്തെ കേസെടുത്തിരുന്നത്. ക്രൈം വാരികയുടെ എഡിറ്റർ TP നന്ദകുമാറിനെതിരെ പരാതി നൽകിയ യുവതിക്കെതിരെ മോശം പരാമർശം നടത്തിയ സംഭവത്തിലാണ് സൂരജിനെതിരെ പോലീസ് നേരത്തെ കേസെടുത്തിരുന്നത്. സ്ത്രീത്വത്തെ അപമാനിക്കൽ, പട്ടികജാതി പട്ടികവർഗ അതിക്രമം തടയൽ നിയമം ഉൾപ്പെടെയാണ് കേസെടുത്തിരുന്നത്. തുടർന്ന് സൂരജ് ഒളിവിൽ പോയിരുന്നു. ഇയാളുടെ വീട്ടിലുൾപ്പെടെ എത്തി പോലീസ് തിരച്ചിൽ നടത്തുകയും ചെയ്തിരുന്നു. ഇതിനിടെയാണ് സൂരജ് മുൻകൂർ ജാമ്യ ഹർജിയുമായി ഹൈക്കോടതിയെ സമീപിച്ചത്. എന്നാൽ ഹൈക്കോടതി മുൻകൂർ ജാമ്യാപേക്ഷ തള്ളി. ഇതിനു പിന്നാലെയാണ് സൂരജിന്റെ അറസ്റ്റ് എറണാകുളം സൗത്ത് പോലീസ് രേഖപ്പെടുത്തിയത്. ജാമ്യമില്ലാ വകുപ്പുകൾ പ്രകാരമാണ് ഇയാൾക്കെതിരെ കേസെടുത്തിരിക്കുന്നത്. ഇത് 2 കൊല്ലം മുമ്പ് നടന്ന ഇൻസിഡന്റ് ആണ് ഗൈസ്. സെയിം അധിക്ഷേപം. അന്ന് അവരെ എന്താണ് താടകയെന്നോ എന്നോ മറ്റോ ആണ് വിളിച്ചത്. അതിനാണ് അന്ന് അകത്ത് കടന്നത്. ഇതൊന്നും പുള്ളിക്ക് പുത്തരിയല്ലെന്ന് ഇപ്പം മനസ്സിലായല്ലോ. പിന്നെ നമ്മുടെ നാടല്ലയോ, ഇവിടുത്തെ നിയമം അറിയാമല്ലോ. ഇതൊന്നും ഒരു കാര്യം ഉണ്ടാക്കാൻ പോകുന്നില്ല. പുള്ളി പുഷ്പം പോലെ ഇറങ്ങി വരും. ഒരു കിണയും ആരും പുള്ളിയെ ചെയ്യാൻ പോകുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഞാൻ ഈ വീഡിയോ ചെയ്യുമ്പോൾ തന്നെ പുള്ളി മിക്കവാറും ഇറങ്ങിയിട്ടുണ്ടാകും ഗൈസ്. നാളെ വേണമെങ്കിൽ അടുത്ത വീഡിയോ ആയിട്ട് യൂട്യൂബ് വരികയും ചെയ്യും. നമ്മുടെ നിയമം അങ്ങനെയാണല്ലോ, അതിന് ആരെയും പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ ഈ ഒരു കാരണത്താലാണ് സൂരജ് പാലാക്കാരൻ അറസ്റ്റ് ആയത്. പുള്ളിയുടെ വീഡിയോ ഏതെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇതുപോലെ കുറെ ഉപ്പും മുളകും ചേർത്ത എല്ലാ വാർത്തയും പുള്ളി കാണും. എന്തെങ്കിലും സിമ്പിളായിട്ട് പറയുന്നത് തന്നെ പുള്ളി ഭയങ്കര എന്താ പറയുക, നേരത്തെ പറഞ്ഞ എക്സാമ്പിൾ ഉണ്ടല്ലോ, ആ രീതിയിലാണ് പുള്ളി സംസാരിച്ച് വെക്കുന്നത്. പണ്ടൊരു പഴഞ്ചൊല്ലുണ്ടല്ലോ, വാദിക്ക് തോന്നിയത് കോതയ്ക്ക് പാട്ടാ, അങ്ങനെ ഒരു സംഭവം ഉണ്ടല്ലോ. ആ ഒരു സംഭവം തന്നെ പറയുന്ന ചില കാര്യങ്ങളിൽ കഴമ്പുണ്ടെന്ന് നമുക്ക് തോന്നും. പക്ഷേ ചില കാര്യങ്ങൾ മനഃപൂർവ്വം ഇങ്ങനെ ടാർഗറ്റ് ചെയ്യുന്നു സംസാരിക്കുന്ന പോലെ തോന്നും. പ്രത്യേകിച്ച് നമ്മുടെ CPM പാർട്ടി അല്ലെങ്കിൽ പിണറായി വിജയന്റെ കാര്യമൊക്കെ പറയുന്ന സമയത്ത് പുള്ളിക്കാരൻ നല്ല രീതിയിൽ ടാർഗറ്റ് ചെയ്ത് സംസാരിക്കുന്ന പോലെയാണ് തോന്നുന്നത്. പിന്നെ പറയുന്നതിനകത്ത് കഴപ്പുണ്ടേ, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. ഇതിനെപ്പറ്റി കൂടുതലൊന്നും എനിക്ക് പറയാനില്ല. ഈ ഒരു കഥ മാത്രമേ എനിക്ക് പറയാനുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ എന്താണ് ഗൈസ് നിങ്ങളുടെ അഭിപ്രായം? താഴെ കമൻറ്റ് ചെയ്യും. കൂടുതലൊന്നും പറയുന്നില്ല. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക. അപ്പോൾ ശരി, ടാറ്റ, ബൈ ബൈ.